തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലെ ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഒന്നാം നിലയിൽ കഴിഞ്ഞ 40 വർഷമായി പ്രവർത്തിച്ചു വരുന്ന തലശ്ശേരി താലൂക്ക് SC/ST കോപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ്സിൽ കനത്ത മഴയിൽ ചോർച്ചയുണ്ടാവുകയും വൻ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു. ഈ വർഷം നമുക്ക് നന്നായിട്ട് മഴ പെയ്തിട്ട് ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ്. നമ്മുടെ ധാരാളം പ്രിൻറ്റിംഗ് മെറ്റീരിയൽസ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് പ്രിൻറ്റ് മെറ്റീരിയൽസ് എന്ന പേപ്പേഴ്സാണ്. നമ്മൾ നല്ല പൈസ ഇറക്കുന്ന പേപ്പേഴ്സുമെല്ലാം കുറേ നമുക്ക് നഷ്ടമായി. നമ്മുടെ പേപ്പർ വെക്കുന്ന പ്ലൈവുഡ് ഫർണിച്ചേഴ്സും നമുക്ക് നഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങൾ പ്രധാനമായിട്ട് ഫാനും ഇതിൻ്റെ മുകളിലുള്ള ഫ്ലോറിലും വെള്ളം വീണിട്ട് ഇത് ഫാനിലേക്ക് അടിക്കുന്നു. അപ്പോൾ നമുക്ക് ഫാൻ ഇടാൻ പറ്റുന്നില്ല. ആ ഒരു ഭാഗത്ത് വെള്ളം വീഴുന്ന ഭാഗത്ത് തന്നെ നമുക്കവിടെ നന്നായിട്ട് പുക വരുന്നുണ്ട്. അതാണ് നമുക്ക് ഫാൻ യൂസ് ചെയ്യാൻ പറ്റില്ല. പ്രിന്റിംഗ് പേപ്പറുകൾ വെള്ളത്തിൽ കുതിർന്ന് ഉപയോഗശൂന്യമായി. ഇലക്ട്രിക്കിൽ പ്രവർത്തിക്കുന്ന സ്കോറിംഗ് മെഷീൻ, ഫർണിച്ചറുകൾ, അലമാരകൾ, ഫയലുകൾ എന്നിവ നശിച്ചു. ഫാനുകളും മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങളും വെള്ളം കയറിയതിനെ തുടർന്ന് ഉപയോഗശൂന്യമായി. മഴയിൽ ചുമരുകൾ വഴിയും വാർപ്പ് ഭാഗങ്ങളിൽ നിന്നും കുത്തിയൊലിച്ചു വരുന്ന വെള്ളം ബക്കറ്റുകളിൽ ശേഖരിച്ച് പുറത്ത് ഒഴുകിക്കളയുകയാണ്. 9 പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. തലശ്ശേരി നഗരസഭയുടെ ഭാഗത്തു നിന്ന് ആശ്വാസകരമായ നടപടി ഉണ്ടാകണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. ചെറുങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അത് നല്ല ദിവസമായിട്ട് നമുക്ക് കുറേ വ്യത്യസ്തത്തോളം നഷ്ടമായിട്ടുണ്ട്. പേപ്പറും പിന്നെ പ്രിൻ്റ് ചെയ്ത വസ്തുക്കളും ഫാന് 2 ഫാന് പോയി പിന്നെ ഒരു സ്റ്റോർ ചെയ്യുന്നൊരു മെഷീനുണ്ട്. അതിൻ്റെ വെള്ളം നമുക്ക് കേൾക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം വർഷത്തോളം നമുക്ക് നഷ്ടമുണ്ട്. നമ്മൾ മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുക്കുന്നത് അവർ ഒന്ന് വന്ന് നോക്കിക്കാറില്ല. അങ്ങനെല്ലാം ഉള്ളത് ഇത്രയും ജീവനക്കാരുടെ പണിയെടുക്കും. ഒരു 9 ജീവനക്കാർ പണിയെടുക്കുന്നുണ്ട്. അത് വെള്ളത്തിൽ നിന്നാണ് ഇപ്പോൾ പണിയെടുക്കുന്നത്. വെള്ളം ഏപ്രിലോടെയാണ് നമ്മൾ പണിയെടുക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അധികൃതരെ അറിയിക്കുക. സമഗ്ര ന്യൂസ്, പാനൂർ.